നമ്മുടെ ഈ സൊസൈറ്റിയിൽ ജാതി അഡ്രസ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. ജാതി പറഞ്ഞുകൊണ്ട് ജാതി അഡ്രസ്സ് ചെയ്യണം എന്നൊരു കൂട്ടർ പറയുമ്പോൾ ജാതി പറയാതെ ഇതിനെ മറികടക്കണം എന്നാണ് മറ്റൊരു കൂട്ടർ പറയുക. ഇത് നമ്മൾ കുറേ കാലം കൊണ്ട് നടത്തുന്ന ഒരു സംവാദമാണ്. ശരിക്കും ജാതിയെ നമ്മൾ എങ്ങനെയാണ് ഈ നമ്മുടെ കേരള സമൂഹത്തിൽ അഡ്രസ്സ് ചെയ്യുക? എനിക്കിപ്പോൾ 1,00,000 റുപ്യൊക്കെ ശമ്പളം കിട്ടുന്നുണ്ടാവും. എന്തിനാ അറിയോ? ജാതി പറയാൻ വേണ്ടിയിട്ടാണ്. കേരള സർക്കാരിൻ്റെ കാസ്റ്റ് എക്സ്പെർട്ട് ഏജൻസിയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. നമുക്കൊക്കെ ഒരു മനുഷ്യനോട് നിങ്ങളെ ജാതി എന്താന്ന് ചോദിക്കുന്നത് ഒരു അക്ഷന്തവ്യമായ ഒരു കുറ്റകരമായിട്ടാണ് എനിക്ക് അനുഭവവേദ്യമായത്. എൻ്റെ അച്ഛൻ പഠിപ്പിച്ചത് അങ്ങനെയാണ്. പക്ഷേ ഒരു ഓഫീസിൽ ജോലി ഇപ്പോൾ ഞങ്ങളുടെ വിജിലൻസ് കേസുകളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എല്ലാ മനുഷ്യൻ്റെയും ജാതി എന്താ നിൻ്റെ അച്ഛൻ്റെ ജാതി എന്താ, അമ്മയുടെ ജാതി എന്താ, ഇങ്ങനെ ജാതി കണ്ടുപിടിക്കലാണ് അവിടുത്തെ ജോലി. ജാതിയെക്കുറിച്ച് അവസാനത്തെ വാക്ക് സംസാരിക്കലാണ് ജോലി. ഞാൻ പറയുന്നത് ഇന്ത്യയിൽ ജാതിയുണ്ട്, ജാതീയതയുണ്ട്. നമ്മൾ മനുഷ്യർ ജാതീയതയെ ഇല്ലാതാക്കാനാണ് ആദ്യം ശ്രമിക്കേണ്ടത്. ജാതീയത ഇല്ലാതാക്കാൻ നന്നായിട്ടുണ്ട്, ഇവളെ പേര് ഇന്ദു മേനോൻ, എന്നിട്ട് ഇവൾ ജാതീയതനെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അല്ല, ഞാൻ ഇത്രേ പറയാറുള്ളൂ. ശരി, എൻ്റെ പേര് എൻ്റെ അച്ഛൻ അമ്മയും വെച്ച് ഞാനത് എന്നോട് പേര് ചോദിക്കുന്ന ആരോട് ഞാൻ ഹലോ ഐ ആം ഇന്ദു മേനോൻ എന്നൊന്നും ഞാൻ പറയാറില്ല. ഞാൻ ഇന്ദു എന്ന് പറയാം. സർട്ടിഫിക്കറ്റിലുള്ള പേരാണ്, അതിപ്പോൾ ഫേസ്ബുക്ക് വന്നപ്പെട്ട പേരൊന്നുമല്ല. അതത്ര ശരിയാണെന്ന അഭിപ്രായം എനിക്കില്ല. എൻ്റെ അനിയനും അനിയത്തിക്ക് ഇടാതിരിക്കാനുള്ളൊരു ബുദ്ധി എൻ്റെ അച്ഛനില്ല, എൻ്റെ അമ്മ ചെയ്തതാണ്. എൻ്റെ അമ്മയ്ക്ക് AC കാര്യമാണ് പഴയ, എൻ്റെ അമ്മ ചെയ്തതാണ് ഇതൊക്കെ. അവസാനം പാവം എൻ്റെ അച്ഛൻ നമ്മൾ രാഷ്ട്രീയമായ നിലപാട് വേണോ, സമാധാനപൂർണ്ണമായ ദാമ്പത്യം വേണോ എന്ന് ചോദിക്കുമ്പോൾ ചില പാവപ്പെട്ട മനുഷ്യർ ലേശ അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ചെയ്ത് കൊടുക്കൂലേ, അങ്ങനെ കൊടുത്തതാണ്. അങ്ങനെ കിട്ടിയൊരു പേരാണ്. വലിയ വിവാദ നാമാണ്. എൻ്റെ പേര് അച്ഛൻ ഇതെന്താ ഇത് കുട്ടിയുടെ പേരിൽ ജാതി വെച്ചോ. എൻ്റെ അമ്മയാണ് എൻ്റെ അമ്മാവനും പേരിട്ട് രമേശ് മേനോൻ. ഞങ്ങൾക്ക് രണ്ടാളിപ്പോൾ 2 മേനോന്മാർ ഞങ്ങളുടെ തറവാട്ടിലുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെത്. പക്ഷെ ഞാൻ ജോലി ചെയ്യുന്നത് ഈ ജാതി എക്സ്പെർട്ട്, ഒരാളുടെ ജാതി കണ്ടുപിടിക്കുക, അതുണ്ട്. പിന്നെ ഗോത്രങ്ങളുടെ ഇടയിലും SC/ST സമൂഹങ്ങളുടെ ഇടയിലും പ്രവർത്തിക്കുക. നമ്മളുടെ പേരിലുള്ള ഒരു ജാതിയുടെ വാല് കണ്ടിട്ടാണ് നമ്മളെ ഒരാൾ അളക്കുന്നതെങ്കിൽ അളന്നോളൂ, ഒരു വിരോധവും ഇല്ല. ജാതി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് ജാതി പറയുന്നത് കൊണ്ടാണ് എന്ന് പറയുന്ന കൂട്ടരോട്, ഇല്ലെങ്കിൽ തിരിച്ച് അങ്ങനെ പറയാൻ പാടില്ല. ഏത് പക്ഷത്താണ്? ഞാൻ ചോദിക്കട്ടെ, ആർക്കാണ് ഇന്ത്യയിൽ ജാതി പറയാതിരിക്കാൻ കഴിയുക? അത് ഒരു ഗോത്ര അംഗത്തിന് കഴിയോ? ഒരു പട്ടികജാതി സമുദായ അംഗത്തിന് കഴിയും? ഞാനൊരു പുലയസ്ത്രീയാണെന്ന് വെക്കും. ഞാൻ ഇന്ന് പ്രഖ്യാപിക്കുകയാണ് എനിക്ക് ജാതി ഇല്ല എന്ന് ഞാൻ പ്രഖ്യാപിച്ചാൽ തൊട്ടപ്പുറത്തുള്ള ആൾക്കാർ പറയും നീ പുലയസ്ത്രീയാണ് എന്ന് എന്നോട് പറയും, നീ ചക്ലിയത്തിയാണ് എന്ന് അവൾ എന്നോട് വിരൽ ചൂണ്ടും. ഒരു ദളിതനായ മനുഷ്യനോ ഒരു ശ്രേണിയിൽ താഴെ ഇരിക്കുന്ന സമുദായത്തിലുള്ളൊരു മനുഷ്യനോ അവൻ്റെ ജാതി ഇല്ല എന്ന് അത് അവൻ തീരുമാനിക്കുന്നതല്ല, സമൂഹം കൊണ്ടുവന്ന് അവൻ്റെ തലയിൽ വെക്കുന്ന. ഇവിടെയുള്ള നായർക്കോ അല്ലെങ്കിൽ ബ്രാഹ്മണനോ സാധിക്കുമായിരിക്കും എന്ത്, എനിക്ക് ജാതി ഇല്ല എന്ന് പറയാം. അതിന് സമൂഹം അംഗീകരിക്കും. അപ്പം ജാതി ഇല്ല എന്ന് നമ്മൾ പറയുമ്പോൾ, ജാതി ഇല്ല എന്ന് പറയുന്നവൻ ബ്രാഹ്മണന് സമാനനാണെങ്കിൽ മാത്രമേ അവൻ്റെ ജാതി ഇല്ലായ്മയെ കണക്കിലാക്കാൻ കണക്കിലെടുക്കൂ ഈ സമൂഹം. ഒരു പിന്നോക്ക സമുദായക്കാരൻ അല്ലെങ്കിൽ ഒരു പട്ടികജാതി പട്ടികവർഗ ദളിത് സമുദായത്തിൽപ്പെട്ട ഒരാൾ ജാതി ഇല്ല എന്ന് പറയുമ്പം ബ്രാഹ്മണ സമൂഹം സവർണ സമൂഹം പറയും നീ ഈ ജാതിക്കാരനാണെന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ ജാതി ഇല്ല എന്ന് പറയുന്നതിനോട് വിശ്വസിക്കാത്തത്. ജാതി ഭയങ്കരമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്, ഇവിടെയും പ്രവർത്തിക്കുന്നുണ്ട്. ഞാനും അതിൻ്റെയൊക്കെ ഭാഗം തന്നെയാണ്. പക്ഷെ ജാതീയത ഇല്ലാതെ എങ്ങനെ ജീവിക്കാം? ഞാൻ 15 വയസ്സ് വരെ ദളിത് കോളനിയുടെ അകത്ത് വളർന്നവളാണ്. അതിൽ എനിക്ക് ഭയങ്കര അഭിമാനമുള്ളൂ. ഞാൻ ഇന്നും എല്ലാ ദിവസവും ദളിത് മനുഷ്യരുണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നവളാണ്. ഭക്ഷണത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ ഒപ്പം ജീവിക്കുന്ന അവിടുന്ന് കിട്ടുന്ന പണം കൊണ്ടാണ് എൻ്റെ കുഞ്ഞുങ്ങൾ. ഞാൻ സംഗീതം എത്രത്തോളം എൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറയുന്നിടത്തോളം ദളിത് സമൂഹങ്ങൾക്ക് വേണ്ടിയുള്ള ഞാൻ അവിടെ ജോലി ചെയ്തിട്ട് കിട്ടുന്ന പണമാണ് എൻ്റെ മക്കൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എന്താണ് എൻ്റെ അച്ഛന് കോളേജിൽ പ്രൊഫസർ ആകാമായിരുന്നു, സിനിമയിൽ പാട്ട് പാടാമായിരുന്നു, നല്ല നല്ല പാട്ടുകാരനാണ്. പക്ഷെ അച്ഛൻ അതൊന്നുമില്ലാതെ ഇവിടുത്തെ തോട്ടി സമുദായത്തിൽപ്പെട്ട തോട്ടി തൊഴിൽ ചെയ്യാൻ വേണ്ടി മദ്രാസ് പ്രസിഡൻസിയിൽ ഇവിടെയാണ് കോളനി, ചക്കംകടവ് കോളനി, പിന്നെ പന്നിയങ്കരയിലുള്ള കോളനി, നടവയൽ കോളനി, ഇവിടെയൊക്കെയുള്ള ചക്ലിയർ, പറയർ, അതുപോലെയുള്ള ആളുകൾക്ക് അവർ തൊഴിലിന് പോകുമ്പോൾ അവരുടെ കുട്ടികളെ നമ്മുടെ സേവാമന്ദിരം സ്കൂളിൽ കൊണ്ടുവന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രദേശത്തുള്ള സാധാരണക്കാരായ മനുഷ്യരുടെ മീൻ വിൽക്കുന്ന തൊഴിലാളികളുടെയൊക്കെ മക്കൾക്ക് പഠിക്കാൻ വേണ്ടി പോസ്റ്റ് ബേസിക് സ്കൂൾ ഉണ്ടാക്കിയ
ആ ഒരു പിന്നെ ആ ഒരു പാരമ്പര്യമാണ് എൻ്റെത്. നിങ്ങൾ പറയുന്ന ഈ മേനോൻ എന്ന് വാല് വെച്ച രാധാകൃഷ്ണ മേനോൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ബാബ 1950 അദ്ദേഹത്തിൻ്റെ തറവാട് വീട്, ഇവിടെ ജാതീയത കൊടികുത്തി വാഴുന്ന തറവാട് വീട്ടിലാണ് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് സേവാമന്ദിരം എന്ന് പറയുന്ന പോസ്റ്റ് ബേസിക് എഡ്യൂക്കേഷൻ, അവിടെ പാട്ട് പഠിപ്പിക്കാൻ വന്ന ആളാണ് എൻ്റെ അച്ഛൻ. അതെൻ്റെ അച്ഛൻ്റെ ചോയ്സാണ്, എൻ്റെ അച്ഛൻ്റെ തീരുമാനമാണ്. കാരണം ഈ കുഞ്ഞുങ്ങൾക്കാണ് ഈ കർണാടക സംഗീതം അന്ന് ബ്രാഹ്മണൻ്റെ കയ്യിലാണ്. അത് അച്ഛൻ പറയുന്നത് അത് അവരുടേത് മാത്രമല്ല, സംഗീതം അടിസ്ഥാന ജനങ്ങളുടെയാണ്. അത് അവർക്ക് അങ്ങനെ വേണ്ടി വന്നത്. അതാണ് എൻ്റെ പാരമ്പര്യം. സ്വന്തം വീട്, പിന്നെ ദളിത് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ഇന്നും അവിടെ പോയി നോക്കൂ, നമ്മുടെ തറവാട് വീടാണ്, ബാബയുടെ ആയി കൊടുത്ത തറവാട് വീടാണ് സേവാമന്ദിരത്തിൻ്റെ. അതാണ് എൻ്റെ പാരമ്പര്യം. ഇനിയിപ്പോൾ ഇന്നിപ്പോൾ നിങ്ങളിപ്പോൾ ജാതിവാദം വെച്ചാൽ എനിക്കെന്താണ്? ഞാൻ നടന്നു തീർത്ത അത്ര പിന്നെ മനുഷ്യരുടെ സങ്കേതങ്ങളിൽ, ഗോത്രങ്ങളുടെ സങ്കേതങ്ങളിൽ ഒരു മനുഷ്യനും നടന്നിട്ടുണ്ടാവില്ല. ഞാൻ കടന്നു പോയിട്ടുള്ള അത്ര പട്ടികജാതി പട്ടികവർഗ സങ്കേതങ്ങൾ, ഇത് കോളനി എന്ന പദം ഞങ്ങൾ സർക്കാരിൽ ഇപ്പോൾ ഉപയോഗിക്കാറില്ല. അത്തരം ഇടങ്ങളിൽ പോയിട്ടുള്ളത്, അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചത്ര ആരും കഴിച്ചിട്ടുണ്ടാവില്ല, അവിടെ ഉറങ്ങിയത്ര ആരും ഉറങ്ങിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് എന്നെ നിങ്ങൾ നിർണ്ണയിക്കാൻ ആഗ്രഹിക്കുന്നത്, പിന്നെ മേനോനൊരു ജാതിപ്പേരല്ല, ടിറ്റുലാർ നെയിമാണ്. അപ്പം ഞാൻ പണിക്കർ എന്നായിരുന്നു എൻ്റെ ടിറ്റുലാർ നെയിം എന്ന് വെക്കൂ. നിങ്ങൾ എങ്ങനെയാണ് എൻ്റെ ജാതിയെ കണ്ടുപിടിക്കുക? പറയൂ, എൻ്റെ പേര് ഇന്ദു പണിക്കർ എന്നാണ്, ഞാൻ ഏത് ജാതിയായിരിക്കും? കാരണം എന്താ? പണിക്കർ എന്ന് പറയുന്ന ടിറ്റുലാർ നെയിം നായർ സമുദായത്തിനുണ്ട്. മലയർ എന്ന് പറയുന്ന SC സമുദായത്തിൻ്റെ ടിറ്റുലാർ നെയിം പണിക്കരാണ്. ജ്യോതിഷം നോക്കുന്ന ആളുകളുടെ ടിറ്റുലാർ നെയിം പണിക്കരാണ്. കളരി വെച്ചിട്ടുള്ള ക്രിസ്ത്യൻസായ മനുഷ്യർക്ക്, മറ്റേ തച്ചോളി വർഗീസ് ചേകവരിലൊക്കെ കണ്ടില്ലേ, പണിക്കർ എന്നുള്ള സ്ഥാനപ്പേരുണ്ട്, അവർക്ക് പണിക്കരുണ്ട്. സെക്രട്ടേറിയറ്റിലൊരു സാറുണ്ടായിരുന്നു, ആ സാറിൻ്റെ പേര് എന്തോ ഒരു പണിക്കരോ, ജോസഫ് പണിക്കരോ, അങ്ങനെ എന്തോ പണിക്കർ. ഈഴവ സമുദായ അംഗങ്ങൾക്ക് പണിക്കർ സ്ഥാനമുണ്ട്. അപ്പോൾ 5 or 6 സമുദായങ്ങൾക്ക് പണിക്കർ എന്ന ടിറ്റുലാർ നെയിം ഉണ്ട്. അതുപോലെ കണക്ക് നോക്കുന്ന ആളുകൾക്ക് പണ്ട് ഇവിടുത്തെ സാമൂരി കൊടുത്ത ടിറ്റുലാർ നെയിമാണ് മേനോൻ. അതിൻ്റെ നായന്മാർക്ക് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അല്ല, ഞാൻ അതിനെ ന്യായീകരിക്കുന്നില്ല, ഒട്ടും ന്യായീകരിക്കത്തക്ക സംഗതിയുമല്ല. എൻ്റെ കഥ എൻ്റെ ആണുങ്ങളുടെയിലും ശരിക്കും എഴുതിയിട്ടുള്ള പുരുഷന്മാരെന്ന് പറയുന്നത് പ്രണയത്തിൽ വരുന്ന പുരുഷന്മാരായിരുന്നില്ല. ഞാൻ കുറച്ച് പ്രേമമുള്ളതൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇന്ദു അതിനകത്ത് ആമുഖമായിട്ട് എഴുതിയിരിക്കുന്നത് ഞാൻ എൻ്റെ ഒരു തുറന്നെഴുത്ത് നടത്തിയിട്ടില്ല എന്നാണ്. എനിക്കിപ്പോഴും ഞാൻ ഒരു കോളേജ് ഡേയ്സ് ഒക്കെ വരെയുള്ളതൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ ജസ്റ്റ് വന്നു പോവാന്നല്ലാതെ ഒന്നും എഴുതിയിട്ടില്ല. എനിക്കൊരാളോട് പ്രേമം ഉണ്ടായോ, എഴുതിയാലോ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് നമ്മൾ കാത്തിരിക്കും. ഞാനല്ലേ വെറുതെ എഴുതുമ്പില്ലേ, ഇവളിപ്പം എവിടെയോ ഒന്ന് റൊമാൻറ്റിക് ആയി പാരീസ് നഗരത്തിലൂടെ നടന്നു പോകുന്ന തണുപ്പ്, ഞാനേതോ അണ്ടിയൊക്കെ ചുട്ടു തല്ലിയിട്ടാണ് എഴുതുന്നത്.